അപ്പോൾ ഓക്കെ, നമ്മുടെ അടുത്ത ചാപ്റ്റർ സ്റ്റോറി ലൈൻ. ഇതിന് മുന്നുള്ള വീഡിയോസ് എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് സ്റ്റോറി ലൈൻ. ഇതാണ് നമ്മുടെ വൺ ഓഫ് ദ മെയിൻ തിങ് ഇൻ SNR. അതിനു മുന്നേ ഈ സ്റ്റോറി ലൈൻ പറയണതിന് മുന്നേ ഇതിൻ്റെ ഒരു ബേസിക് സംഭവം എന്താ വെച്ചാൽ ടൈം ഫ്രെയിമിലാണ് കാര്യങ്ങളൊക്കെ. അതായത് ഹയർ ടൈം ഫ്രെയിം, അതായത് ലോവർ ടൈം ഫ്രെയിം ഒന്നുമല്ല, ഹയർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ സ്റ്റോറി ലൈൻ നോക്കുക. എക്സാമ്പിൾ ഇപ്പോൾ ICT SMC അതിലൊക്കെ കാണിക്കുന്ന പോലെ ബയാസ് നമ്മൾ കണ്ടുപിടിക്കില്ലേ, അത് ഡയറക്ഷൻ. ആ സംഭവമാണ് ഈ സ്റ്റോറി ലൈൻ എന്ന സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി ലൈനിൽ ടൈം ഫ്രെയിംസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ടൈം ഫ്രെയിം വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. എന്നുവെച്ചാൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലാണ് നോക്കുക, ഏറ്റവും ഹയസ്റ്റ് ടൈം ഫ്രെയിമിൽ. ലോവർ ടൈം ഫ്രെയിം, അതായത് ഈ 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനത്തെ ടൈം ഫ്രെയിമിലൊന്നും നമ്മൾ സ്റ്റോറി ലൈൻ നോക്കില്ല. സ്റ്റോറി ലൈൻ ഫുള്ള് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുക. അപ്പോൾ നമുക്ക് സക്സസ് ആവാനുള്ള റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്റ്റോറി ലൈനിൽ മെയിനായിട്ട് നോക്കേണ്ടത് മന്ത്ലി, വീക്ക്ലി ആൻഡ് ഡെയിലി. ഇത് മൂന്നാണ് നോക്കേണ്ടത്: മന്ത്ലി, വീക്ക്ലി ആൻഡ് ഡെയിലി. ഈ മൂന്ന് സംഭവമാണ് നമുക്ക് പ്രോപ്പർ ബയാസ് തരുന്ന സംഭവം. അതായത് നമ്മൾ ഈ മന്ത്ലി, വീക്ക്ലി, ഡെയിലി അനലൈസ് ചെയ്ത് നമ്മൾ മിസ്റ്റേക്സ് വളരെ കുറവാണ് ചെയ്യുക. നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്ത് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഓവർ ട്രേഡിങ് അതൊന്നും വരില്ല. കറക്റ്റ് ട്രേഡ്, കുറച്ച് ട്രേഡ് ആണെങ്കിലും നല്ല ട്രേഡ് കിട്ടും. ഈ ബയാസിനനുസരിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നല്ല നല്ല ട്രേഡ്സ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മന്ത്ലി ആണ് ഇതിൽ ഏറ്റവും പവർഫുൾ. എന്താ വെച്ചാൽ ഹയർ ടൈം ഫ്രെയിം മോർ പവർ. നമ്മൾ ടൈം ഫ്രെയിം കൂടുന്നതനുസരിച്ച് നമ്മുടെ പവർ കൂടണം, അതായത് പ്രോബിലിറ്റി കൂടും. ഈ മന്ത്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ട്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു സീനിയർ ആയിട്ട് കാണുക. അതിനെ കുറച്ചുകൂടി ഒരു താഴ്ന്ന പൊസിഷനാണ് വീക്ക്ലി, അതിനും കുറച്ചുകൂടി താഴ്ന്ന പൊസിഷനാണ് ഡെയിലി. ഓക്കെ, അപ്പോൾ ഈ മന്ത്ലി എന്താണ് പറയുന്നത് അതാണ് വീക്കിലി കേൾക്കുള്ളൂ. വീക്കിലി എന്താണ് പറയണത് അതാണ് ഡെയിലി കേൾക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ചെറിയ പൊസിഷനിലുള്ള ആൾക്കാർ പറയണത് വലിയ പൊസിഷനിലുള്ള ആൾക്കാർ കേൾക്കില്ലല്ലോ. അതേ സെയിം സംഭവമാണ് ഇതിലും. അപ്പോൾ മന്ത്ലിയാണ് ഏറ്റവും പവർഫുൾ. മന്ത്ലിയിൽ എന്താണോ നടക്കുക അതിൻ്റെ സംഭവമാണ് വീക്കിലി നടക്കുള്ളൂ. വീക്കിലിയിൽ എന്താണോ നടക്കുക അതിൻ്റെ ആ സംഭവമാണ് ഡെയിലി നടക്കുള്ളൂ. അങ്ങനെയാണ് സംഭവം. ഹയർ ടൈം ഫ്രെയിമിൽ, നമ്മൾ ഏറ്റവും ഹയർ ടൈം ഫ്രെയിമിൽ അതിനെ നമ്മൾ ടോപ്പ് ഡൗൺ ചെയ്ത് വരിക. സംഭവം ഇത്രയേ ഉള്ളൂ. മന്ത്ലിയാണ് വീക്ക്ലിനെ കൺട്രോൾ ചെയ്യുക, വീക്കിലിയാണ് ഡെയിലിനെ കൺട്രോൾ ചെയ്യുക. ഒരിക്കലും ഡെയിലി വീക്കിലിനെ കൺട്രോൾ ചെയ്യില്ല, വീക്കിലി മന്ത്ലിനും കൺട്രോൾ ചെയ്യില്ല. അപ്പോൾ ഓക്കെ, ഹയർ ആയിട്ടുള്ള സംഭവമാണ് എപ്പോഴും കൺട്രോളിൽ ഉണ്ടാവുക. നമ്മൾ മന്ത്ലി വെച്ച് നമ്മുടെ ബയോസൊക്കെ നോക്കി ട്രേഡ് എടുക്കുകയാണെങ്കിൽ അത്രയും കറക്റ്റായിട്ട് വരും. പിന്നെ ഓരോരുത്തരുടെ മണ്ടത്തരങ്ങൾ പോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, നമ്മുടെ ടോപ്പിക് സ്റ്റോറി ലൈനാണ്. അപ്പോൾ സ്റ്റോറി ലൈൻ, വാട്ട് ഈസ് സ്റ്റോറി ലൈൻ? ഓക്കെ, അപ്പോൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ സംഭവം ഉണ്ട്. അതായത് സ്റ്റോറിയിൽ ഒരു സ്റ്റാർട്ടിങ്ങും ഉണ്ടാവും, അതേപോലെ ഒരു എൻഡിങ്ങും ഉണ്ടാവും. ഒരു കഥ പോലെ തന്നെ, ഒരു കഥയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, ഒരു എൻഡിങ്ങും ഉണ്ടാവും. ഇത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. പക്ഷേ ഇത് വെച്ചിട്ട് ഇത് മാത്രം കണ്ടാൽ പോരാ. നമ്മൾ CSNR-ഉം BSNR-ഉം ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഇത് കാണുക. അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇത് മാത്രം കണ്ടിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതും കൂടി ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ട്രേഡ്സ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ട്രേഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും, നല്ല നല്ല ട്രേഡ്സും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോറി ലൈൻ കിട്ടിക്കഴിഞ്ഞാലുള്ള ഉപകാരം എന്താ വെച്ചാൽ, ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്കൊരു ഇത് കിട്ടി. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലാണെങ്കിൽ ആ റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാനിനി അടുത്ത് നോക്കേണ്ടത് ഈ സ്റ്റോറി ലൈൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന്, അതായത് ഈ സംഭവം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഇപ്പോൾ എക്സാമ്പിൾ മാർക്കറ്റ് ഇങ്ങനെയാണെങ്കിൽ, അപ്പോൾ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഫ്രഷ് നമ്മൾ കാണും. കണ്ടോ, ഇവിടെ ഒരു ഷേപ്പ് കിട്ടി. ഓക്കെ, നമുക്കൊരു ഇത് കിട്ടി. അപ്പോൾ നമുക്കൊരു ഫ്രഷ് ലെവൽ കിട്ടി. അപ്പോൾ എക്സാമ്പിൾ ഇതൊക്കെ ഫ്രഷ് ലെവലാണ്. ഓക്കെ, അപ്പോൾ ആ ഫ്രഷസ്റ്റ് ലെവലിൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഫ്രഷ്, ഇത് ഫ്രഷസ്റ്റ്, ഇത് ഫ്രഷസ്റ്റ് ആ ലെവൽ നമുക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ലെവൽ ഇപ്പോൾ ഇത് എങ്ങോട്ട് വരെ റൈഡ് ചെയ്യാം? ടു ദ നെക്സ്റ്റ് ഫ്രഷ്.
ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റോറി ലൈനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവം. അപ്പോൾ സ്റ്റോറി ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതാണ്, ഫ്രഷ് സ്റ്റാർട്ടഡ് ടു അനദർ ഫ്രഷ്. ഈ ഫ്രഷിലേക്ക് എത്തി, അതായത് ഒരു ഫ്രഷ് ക്രിയേറ്റ് ചെയ്തു, അവിടെ ടാപ്പ് ചെയ്തു, റിജക്റ്റ് ആയി. അപ്പോൾ നമ്മൾ അടുത്ത ഇത് സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടുത്തത് എങ്ങടാന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വെച്ച് ഹയർ ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടുത്ത ഫ്രഷ് കിട്ടും ഏറ്റവും ലോ ആയിട്ട്. ആ ഫ്രഷ് വരെ റൈഡ് ചെയ്യും. ഫ്രഷസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ എപ്പോഴും മെയിനായിട്ട് നോക്കേണ്ട ഏതാ, നമ്മൾ ഫ്രഷ് ആൻഡ് അൺഫ്രഷ് ലെവൽ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് ഫ്രഷ് ലെവലാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റോറി ലൈൻ എന്ന ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കാൻഡിൽ ചാർട്ടിലൊക്കെ നമുക്ക് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും സംഭവം എന്താണെന്ന്. ഓക്കെ. അപ്പോൾ സ്റ്റോറി ലൈൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഡയറക്ഷൻസ് ഒക്കെ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാതെ നമ്മൾ നമ്മുടെ സ്റ്റോറി ലൈൻ, അതായത് നമ്മുടെ ബയാസ് ഒക്കെ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ. ഫസ്റ്റ്ലി നമ്മൾ ഒരു CSNR ലെവലാണ് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ CSNR ലെവൽ പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, അതായത് എക്സാമ്പിൾ ഇപ്പോൾ ഒരു A ഷേപ്പ് അല്ലെങ്കിൽ ഒരു V ഷേപ്പ്. അപ്പോൾ ഇതൊരു ഫ്രഷ് ലെവലാണ്. അപ്പോൾ ഇത് എവിടുന്നാ വന്നിരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനൊരു മൂവ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റോറി ലൈൻ്റെ സ്റ്റാർട്ട് എവിടെയാണെന്ന് പഠിക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്രഷ് കിട്ടി, സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ നമ്മൾ മുന്നേ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ നിയർ ബൈ ആയിട്ട് കുറേ ഫ്രഷ് ലെവൽസ് നമുക്ക് കിട്ടും. എക്സാമ്പിൾ ഇത്, പിന്നെ എക്സാമ്പിൾ ഇത്. ഓക്കെ. പക്ഷെ നമ്മൾ ഫ്രഷ് ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫ്രഷ് ലെവൽ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഫ്രഷസ്റ്റ് ലെവലാണ്. ഓക്കെ. പിന്നെ ഇതിലൊരു അൺഫ്രഷ് ലെവൽസും ഉണ്ട്, അതായത് ഇതൊക്കെ അൺഫ്രഷ് ലെവൽസ് ആണ്. ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് ഔട്ട് എസ്എൻആറും കൂടി തന്നിട്ടാണ് ഈ ഏരിയയിൽ നിന്നൊക്കെ പോവുക, അതായത് ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ മെയിൻ ചെയ്യണത്, അത് ഇവിടെ ബ്രേക്ക് ഔട്ട് എസ്എൻആർ തരുന്നതൊക്കെ മേളിക്ക് പോയിക്കൊണ്ടിരിക്കണതിൻ്റെ അർത്ഥം പക്ക ഒരു ബുള്ളിഷ് മൂവ്, അതായത് ഒരു അപ് ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള കാരണം. അപ്പോൾ നമുക്കൊരു സ്റ്റോറി ലൈൻ ഇനി അടുത്തത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കണത്, ഇവിടെ ഒരു ഫ്രഷ് ഉണ്ട്, ഇവിടെ നമ്മളൊരു ഫ്രഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ഇതെല്ലാം നമ്മൾ മന്ത്ലിയിലാണ് നോക്കേണ്ടത്. മന്ത്ലിയാണ് നമ്മൾ ഒരു സ്റ്റോറി ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ടൈം ഫ്രെയിം. അതായത് മന്ത്ലി നോക്കിയിട്ട് നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ മന്ത്ലി ബയാസ് നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്ത് ഇവിടെ കയറി, പക്ഷേ മന്ത്ലി എക്സ്പയർ ആകുമ്പോൾ, അതായത് ആ ടൈം ഫ്രെയിം എക്സ്പയർ ആകുമ്പോൾ ഇത് ഇവിടെ വന്ന് റിജക്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്താൽ അപ്പോൾ നമുക്ക് അവിടെ ഒരു റിജക്ഷൻ കിട്ടി, അതായത് ഒരു വിക്ക് നമുക്കിവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്താണ്, നമുക്കിവിടെ ഒരു റിജക്ഷൻ കിട്ടി, നമുക്കൊരു റിജക്ഷൻ കിട്ടി. അപ്പോൾ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് നമ്മളൊരു റെസിസ്റ്റൻസ് ലെവൽ കണ്ടുപിടിച്ചു മന്ത്ലിയിൽ, അത് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്താൽ നമുക്ക് അടുത്തത് എന്ത് നോക്കാം, ബിയറിഷ് മൂവ് നോക്കാം, അതായത് സെൽ എൻട്രീസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലൈന് റിജക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോറി ലൈൻ കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ഇനി അടുത്ത മാർക്കറ്റിന് മൂവ് എന്താ വെച്ചാൽ അടുത്ത ഫ്രഷിലേക്കാവും. അതായത് എക്സാമ്പിൾ ഇവിടെ വന്ന് ലാസ്റ്റ് ഈ ഫ്രഷിലേക്കാവും അടുത്ത മാർക്കറ്റിൻ്റെ മൂവ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫ്രഷസ്റ്റ് ലെവലൊക്കെ ഉണ്ട്, അതായത് ഇതൊക്കെ ഫ്രഷസ്റ്റ് ലെവലാണ്. പക്ഷെ അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഡയറക്റ്റ് ഫ്രഷ് ലെവലിലേക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചാൻസ് കാണുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് ഫ്രഷസ്റ്റിനെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫ്രഷ് ലെവലാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രഷസ്റ്റ് ലെവൽസിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോഡ് ബ്ലോക്സ്. ഒന്നുകൂടി ശ്രദ്ധിച്ചോട്ടെ, റോഡ് ബ്ലോക്സ്. ആ ഏരിയയിലേക്കൊക്കെ വന്ന് ആ ഏരിയ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടാർഗറ്റ് പോയിന്റ്സ് ആക്കി വെക്കാം. അത് നമ്മൾ TP ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആക്കിയിട്ട് വെക്കാം. ഓക്കെ. എന്നാലും നമ്മുടെ മെയിൻ ഫോക്കസ് ഫ്രഷ് ലെവലിൽ തന്നെ എത്തും എന്നാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ആകെ ഫുള്ള് കൺഫ്യൂസ്ഡ് ആവൊന്നും വേണ്ട, സംഭവം സിമ്പിളാണ്. അതായത് നമ്മളൊരു മന്ത്ലി ടൈം ഫ്രെയിമിൽ നമ്മളൊരു ഫ്രഷ് ലെവൽ കണ്ടുപിടിച്ചു, ഇവിടെ നമ്മളൊരു ഫ്രഷ് ലെവൽ കണ്ടുപിടിച്ചു. അത് നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ട നോക്കുക. അവിടെ നിന്ന് റിജക്ഷൻ വന്ന ഒരു ക്യാൻഡിൽ, അതായത് നമ്മൾ മന്ത്ലി റെസിസ്റ്റൻസ് ലെവലിൻ്റെ അടിയിൽ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിജക്ഷൻ ആണ്. അപ്പോൾ നമുക്കൊരു ബെയറിഷ് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം.
അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ കൺഫ്യൂഷൻ അടിക്കാനുള്ള ഒരു സംഭവം ഇതിൽ ഇല്ല. അപ്പോൾ നമുക്കിനി കാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ നോക്കാം എങ്ങനെയാണ് ഒരു സ്റ്റോറി ലൈൻ കണ്ടുപിടിക്കുക മന്ത്ലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമാണ് നോക്കേണ്ടത്. ഓക്കെ, പിന്നെയും പറയാം മന്ത്ലി ടൈം ഫ്രെയിം, ഹയർ ടൈം ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്, ഗോൾഡിൻ്റെ ഓവറോൾ ഡയറക്ഷൻ എങ്ങനെയാണെന്ന്. അത് ഒബ്വിയസ്ലി ബുള്ളിഷ് ആണ്, കണ്ട ബുള്ളിഷ് ആയിട്ടാണ് പോണത്, അത് ഫുൾ അപ്പ് മൂവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മിക്ക പേർക്കുള്ള ഡൗട്ടാവും എങ്ങനെയാണ് ഇത്ര ബുള്ളിഷ് ആയിട്ട് ഒരു മൂവ് നടത്തുന്നതെന്ന്. പക്ഷേ ഈ ബുള്ളിഷ് ആയിട്ട് മൂവ് നടത്തണ എല്ലാം നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ പക്ക നമ്മൾ SNR ലെവല് ടച്ച് ചെയ്തിട്ട് തന്നെയാണ് ഒക്കെ ബുള്ളിഷായിട്ട് പോണത്. അത് വെറുതെ ബുള്ളിഷായി പോണതല്ല, ഒക്കെ നമ്മൾ മലേഷ്യൻ SNR ലെവൽസ് വെച്ച് നോക്കുമ്പോൾ ഒക്കെ ടച്ച് ചെയ്തിട്ടാണ് മേളിക്ക് ബുള്ളിഷ് മൂവ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫ്രഷ് ലെവൽ കിട്ടി. എക്സാമ്പിൾ നമുക്കൊരു ഫ്രഷ്, ഇതൊരു പക്ക വി ഷേപ്പാണ്. അപ്പോൾ കണ്ട നമുക്കൊരു അടിപൊളി ഫ്രഷ് ലെവൽ കിട്ടി. അതായത് പക്ക ഒരു വി ഷേപ്പാണ്. അതായത് നമുക്ക് പക്ക ഒരു വി ഷേപ്പാണ്. അത് നമുക്കൊരു അടിപൊളി ഫ്രഷ് ലെവൽ കിട്ടി. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഇപ്പോൾ അടുത്ത ക്യാൻഡിലോ, അതായത് എപ്പോഴേലും നമ്മളൊരു മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റിജക്ഷൻ തരുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് നമ്മൾ ഈ ഫ്രഷ് കണ്ടുപിടിച്ചിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റോറി ലൈൻ സ്റ്റാർട്ടായോ എന്താണ് നമ്മുടെ സ്റ്റോറി ലൈനിന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ മന്തിൽ ഡയറക്റ്റ് ആ ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് വന്നിട്ടാണ് പോയിട്ടുള്ളത്. അതായത് കണ്ട ഇവിടെ ഒരു അടിപൊളി ബ്രേക്ക് ഔട്ട് വന്നിട്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കണ്ട ഇവിടെ ഒരു CSNR ലെവലുണ്ട്, അതും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ക ബുള്ളിഷ് മൂവാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു മന്ത് എന്തായാലും ഒരു ബുള്ളിഷ് മൂവാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അതാണ് നമ്മൾ സ്റ്റോറി ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മന്ത് കൂടി നമുക്ക് എങ്ങനെ ഒരു ബുള്ളിഷ് മൂവ് ആണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, കണ്ട നമ്മളിവിടെ ഈ മന്ത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത മന്ത് ഓപ്പൺ ചെയ്ത് ഇവിടെ എന്നിട്ട് നല്ലൊരു അടിപൊളി ബുള്ളിഷ് മൂവ് തന്നതുണ്ട്. ഇതുവരെ ബുള്ളിഷ് മൂവ് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് അടിപൊളി ലോങ് ട്രേഡ്സ് കിട്ടും, നല്ല പെർഫെക്റ്റ് ലോങ് ട്രേഡ്സ് കിട്ടും അവിടെ നിന്ന്. അങ്ങനെ ഈ ഹയർ ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് കണ്ട ഇവിടെ വന്ന് ക്ലോസ് ചെയ്ത് അടുത്ത മന്ത് നല്ലൊരു അടിപൊളി ബുള്ളിഷ് മൂവ് വന്നാൽ നമുക്ക് അപ്പോൾ മിസ്റ്റേക്സ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നല്ല നല്ല ട്രേഡ്സ് കിട്ടും. അപ്പോൾ ഓക്കെ, നമ്മൾ ബുള്ളിഷ് മൂവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ട ഈ ഏരിയ വരെ, ഈ വിക്ക് വരെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അതുവരെ റൈഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ മന്ത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു കിസ്സിങ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അത് കണ്ട, അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഉണ്ടായത് കണ്ട, ഇവിടെ ഒരു ബ്രേക്ക്, എന്നിട്ടാണ് ഈ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നുകൂടി ഡീപ്പായിട്ട് കണ്ട, ഇവിടെ നിന്ന് ഒരു കിസ്സിങ് ക്യാൻഡിൽ കിട്ടി. ആ കിസ്സിങ് ക്യാൻഡിൽ അത് ബുള്ളിഷ് ഇവിടെ വരെ പോയിട്ട് ലാസ്റ്റ് ഹൈ അറ്റാക്ക് ചെയ്ത് ഇറങ്ങി വന്നിട്ട് ഈ കിസ്സിങ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് വന്നു. കിസ്സിങ് ക്യാൻഡിലിൻ്റെ അടിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബയസ് ബെയറിഷ് ആക്കാം. നമുക്ക് സെൽ എൻട്രീസ് നോക്കാം. അതായത് ഈ ഏരിയ നമുക്ക് കുറച്ചുകൂടി ലെങ്ത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെൽ എൻട്രീസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കിസ്സിങ് ക്യാൻഡിൽ വെച്ചിട്ട് അടിയിൽ വെച്ച് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത മൂവ് എന്താവും, നമുക്ക് അടുത്ത ട്രേഡ്സ് ഒക്കെ നോക്കേണ്ടത് എന്താവും, സെൽ എൻട്രീസ് ആവും. ഏതുവരെ, ഈ ഫ്രഷ് ലെവൽ വരെ, അതായത് ഈ ബ്രേക്ക് ഔട്ട് വരെ. ഇത് സ്റ്റിൽ ഫ്രഷ് ആണ്. അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം, സെൽ എൻട്രീസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേഡ്സ് എല്ലാതും മാക്സിമം ഈ ഏരിയ വെച്ച് എക്സിറ്റ് ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുക ഇനി അടുത്ത മൂവ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ നോക്കുക. നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ നോക്കി നോക്ക്, ഇവിടെ വന്ന് ബെയറിഷ് ചെയ്തിട്ട് സ്റ്റിൽ ഈ ബ്രേക്ക് ഔട്ട് SNRന്റെ അടിയിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ സ്റ്റിൽ ബെയറിഷ് ആവാനാണ് മോസ്റ്റ്ലി ചാൻസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ, നമ്മുടെ അടുത്ത ലെവൽ ഏതാ, ഇതാണ്, ഈ ഫ്രഷ് ലെവലാണ്. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് നമ്മൾ അടുത്ത ലെവൽ എന്താവും, ഇതുവരെ റൈഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷേ സ്റ്റിൽ അവിടെ ഈ ബ്രേക്ക് ഔട്ട് SNR ലെവൽ ക്ലോസ് ചെയ്തിട്ട് അടുത്തൊരു ബുള്ളിഷ് മൂവ് തന്നു. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും എന്താണ് ഡയറക്റ്റ് ഇങ്ങോട്ട് വരായിരുന്നത്. അതായത് നമ്മൾ മാർക്കറ്റാണ്
എപ്പോഴും നമ്മൾ പേപ്പർ തിയറി പോലെ ഇങ്ങനെ ഇറങ്ങി വരുമൊന്നുമില്ല. കുറച്ച് പുള്ളി ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും റിജക്ഷൻ വന്നിട്ടാണ് ഈ ലെവൽ വരെ വരിക. ഓക്കെ, അപ്പോൾ ഈ ബുള്ളിഷ് മൂവ് എങ്ങനെ വന്നതെന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അതിനും മന്ത്ലി ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി കിസ്സിങ് ക്യാൻഡിൽ ഉണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ കിസ്സിങ് ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഈ ഏരിയ റിജക്ഷൻ തന്നുകൊണ്ട് നമ്മുടെ എന്താണ്, നമ്മൾ സ്റ്റിൽ ബെയറിഷ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഫ്രഷ് സ്റ്റിൽ അലൈവ് ആണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് അങ്ങോട്ട് എത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഏരിയ ഫ്രഷ് ആയതുകൊണ്ട് മാർക്കറ്റ് ഇങ്ങോട്ട് തന്നെ വരും ചെയ്യും. അപ്പോൾ കണ്ട കറക്റ്റായിട്ട് ഈ ലെവൽ റെസ്പെക്റ്റ് ചെയ്തിട്ട് കയറിപ്പോയത് കണ്ട, കറക്റ്റായിട്ട് ഈ ലെവൽ ടച്ച് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് മൂവ് തന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ഡൗട്ട് എന്താവും, ഈ ഏരിയ റിജക്ഷൻ വന്നു, പക്ഷേ സ്റ്റിൽ അത് ഇവിടെ അടിയിൽ ക്ലോസ് ചെയ്തിട്ടും ബുള്ളിഷ് മൂവ് തരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ബുള്ളിഷ് ആവാൻ കാരണം എന്താ, ഇത് ഫ്രഷ് ലെവലാണ്, ഇത് ഫ്രഷസ്റ്റ് ആണ്. കാരണം ഇത് ഇവിടെ ലൈവ് ചെയ്തിട്ട് ഇത് ടച്ച് ചെയ്യാണ്ടാണ് ഈ ലെവൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റിൽ ഫ്രഷസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഫ്രഷ് ലെവലിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ തട്ടിയിട്ട് പിന്നെയും അവിടെ റിജക്ഷൻ വന്നിട്ട് പിന്നെയും ബുള്ളിഷ് മൂവ് തരാനുള്ള കാരണം. പിന്നെ അവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് സെന്നർ ലെവലും ഉണ്ട്. അത് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. കണ്ട, ഒരു വി ഷേപ്പ് ഉണ്ട്, അല്ല സോറി എ ഷേപ്പ് ഉണ്ട്. ആ എ ഷേപ്പ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സ്റ്റിൽ ബുള്ളിഷ് മൂവ് ആണ്. ഇവിടെ നിന്നും ഒരു കിസ്സിങ് ക്യാൻഡിൽ ഉണ്ട്, അതും ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, സ്റ്റിൽ ബുള്ളിഷ് ആണ്. കൂടുതൽ ആലോചിച്ച് ഡൗട്ട് അടിക്കാനൊന്നുമില്ല, ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. അതായത് ഇവിടെ വന്ന് റിജക്റ്റ് ചെയ്താലും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് എസ്എൻആറും ഉണ്ട്, കിസ്സിങ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് എസ്എൻആറും ഉണ്ട്. അതായത് ഇവിടെയും ഒരു ലെവലുണ്ട്. ഓക്കെ, അത് മാർക്കറ്റ് ഇവിടുന്ന് റിജക്ഷൻ വന്നാലും ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. സ്റ്റിൽ ഇവിടെ കണ്ട ഈ കിസ്സിങ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് എസ്എൻആർ ലെവൽ ടച്ച് ചെയ്ത് പിന്നെയും ബുള്ളിഷ് മൂവ് തന്നു. കാരണം എന്താണ്, ഫ്രഷ് ലെവൽ ടച്ച് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഫ്രഷ് ലെവൽ ഒന്നുകൂടിയും കേട്ടോ, ഫ്രഷ് ലെവൽ. അതുകൊണ്ടാണ് ഫ്രഷ് ലെവൽ ഏറ്റവും പ്രാധാന്യമായിട്ട്, അതായത് ഏറ്റവും മെയിനായിട്ട് എടുക്കാനുള്ള കാരണം ഉള്ളത്. ഓക്കെ, അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാവും ഈ ട്രേഡ്സ് എങ്ങനെ എടുക്കാന്ന്. ട്രേഡ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും കാര്യങ്ങൾ. അത് ഇവിടെ ഈ ഏരിയയിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഒരു ലോവർ ടൈം ഫ്രെയിമിലിട്ട് നമുക്ക് ഒരു എൻട്രി ബ്രേക്ക് ഔട്ട് എന്നുള്ള ഒരു എൻട്രി ഒക്കെ നമുക്ക് നോക്കാം. അതൊക്കെ ഞാൻ എൻട്രി വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇനി അടുത്തതും നമുക്ക് നോക്കി വെക്കാം. അതായത് ഇവിടെ ഒരു കിസ്സിങ് ക്യാൻഡിൽ തന്നതാണ്ട, അവിടെ വന്നിട്ട് റിജക്ഷൻ ചെയ്തിട്ട് പിന്നും കയറിപ്പോയത് കണ്ട. പിന്നെ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് ഇവിടെ പിന്നെ ഒരു ബുള്ളിഷ് കിസ്സിങ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്, അവിടെ വന്നിട്ട് കയറിപ്പോയത് കണ്ട. സ്റ്റിൽ ഈ ലെവലല്ലാതും ഇതിൻ്റെ മേളിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ബെയറിഷ് മൂവ് നോക്കാം, പക്ഷേ ബ്രേക്ക് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഇത് ഇതിൻ്റെ മേളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ കണ്ട ഫുൾ ബുള്ളിഷ് മൂവ് തന്നിട്ടുള്ളത്. പിന്നെ ചിലവർക്ക് ഇത് കാണുമ്പോൾ ഒരു ഡൗട്ട് വരും, അതായത് ഇവിടേക്ക് ഇത്രയും അടിപൊളി റിയാക്ഷൻ തരാനുള്ള കാരണം എന്താണെന്ന്. അത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു CSNR ലെവലുണ്ട്, അത് ടച്ച് ചെയ്തിട്ടാണ് എന്ത് റിയാക്ഷൻ തന്നിട്ടുള്ളത്. സ്റ്റിൽ അത് മേളിലാണ് ക്ലോസ് ചെയ്തത്. ഈ ഒരു കിസ്സിങ് ക്യാൻഡിൽ ലെവലിൻ്റെ മേളിലാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് സ്റ്റിൽ എന്താണ്, മാർക്കറ്റ് എന്താണ്, ബുള്ളിഷാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ ടാർഗറ്റൊക്കെ ഏതുവരെ വയ്ക്കാം, ഈ സ്റ്റിൽ ഈ വിക്ക് ഹൈ വരെ വയ്ക്കാം. കാരണം എന്താ, മാർക്കറ്റ് ഇനി ഇങ്ങോട്ടൊന്നുമില്ല, അത് ഓൾ ടൈം ഹൈ ആണ് സീക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഓൾ ടൈം ഹൈ വരെ ഈ ലെവൽ വരെ നമുക്ക് എന്ത് TP വയ്ക്കാം. ഓക്കെ, അപ്പോൾ കണ്ട നല്ല അടിപൊളി CSNR ലെവൽസ്. ഇതൊക്കെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും. എന്താ വെച്ചാൽ പക്കാ ലെവൽ തട്ടിയിട്ടാണ് ഒക്കെ മാർക്കറ്റ് മൂവ് ചെയ്യണത്. വെറുതെ ഒരു ബുള്ളിഷ് മൂവ് അല്ല തരുന്നത്. കറക്റ്റ് മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്തിട്ടൊക്കെയാണ് മാർക്കറ്റ് കയറി പോകുന്നത്. വെറുതെ ഒരു ബുള്ളിഷ് മൂവ് അല്ല തരുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം വളരെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ. കുറേ ടെൻഷൻ അടിച്ച് ഡൗട്ട് അടിച്ചൊന്നും കാര്യമില്ല. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ഈസി സംഭവമാണ്. കൂടുതൽ തല പോയിക്കാനുള്ളതൊന്നുമില്ല. ഒരു സ്റ്റോറി ആകുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, ഒരു എൻഡിങ് ഉണ്ടാവും. ഫ്രഷ് ടു ഫ്രഷ്. ഓക്കെ.